ഇന്നലെ രാത്രി ചൂണ്ടിടാൻ പോയപ്പോ കിട്ടിയൊരു മലിനീനാട്ടത്. ഏകദേശം ഒരു 2 കിലോയ്ക്കൊക്കെ മേലെ വലിപ്പം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് ഇതിനെ രാത്രി ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാവിലെ ക്ലീൻ ചെയ്യാനായിട്ട് ക്ലീൻ ചെയ്യാൻ എടുത്ത സമയത്ത് നന്നായിട്ട് തന്നെ ഇത് കഴുകി എടുത്തായിരുന്നു. ഇതിന്റെ പുറത്തൊരു വഴുവഴുപ്പ് പോലെയുണ്ട്. അപ്പൊ അത് പോവാനായിട്ട് നന്നായിട്ട് കഴുകി എടുത്തതിന് ശേഷം ഞങ്ങളിതാ ഈ വാഴയിലേക്ക് വെച്ചിട്ട് അതിൽ വെച്ച് ഇതിന്റെ മേലെയുള്ള ഫിന്ന് വെട്ടിക്കളയാട്ടോ. എല്ലാവരും ഇത് വെട്ടിക്കളയാറൊന്നുമില്ല, പക്ഷെ ഞങ്ങളിത് വെട്ടിക്കളഞ്ഞതിന് ശേഷം ഇതിന്റെ ചെകിളയുടെ ഉള്ളിൽ കൂടെ ഒരു കയറെടുത്തിട്ട് ഇതുപോലെ കോർത്ത് കെട്ടുകയാണ്. ഇങ്ങനെ കോർത്ത് കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ ഏതെങ്കിലും മരത്തിലെങ്ങാനും കെട്ടിയിട്ട് കഴിഞ്ഞിട്ട് താഴേക്ക് ഇതിന്റെ സ്കിന്ന് വലിച്ചൂരാണ് ചെയ്യുക. അപ്പൊ വലിച്ചൂരുന്ന സമയത്ത് ഇതിന്റെ കഴുത്ത് പൊട്ടിപ്പോവില്ല. അപ്പോൾ ഞങ്ങൾ ഇതിനെങ്ങനെ കെട്ടി തൂക്കിയിട്ട് കഴിഞ്ഞിട്ട് അതിന്റെ ചുറ്റും ഒന്ന് കത്തി കൊണ്ടൊന്ന് വരഞ്ഞതിന് ശേഷം നമ്മുടെ പ്ലെയറൊക്കെ വെച്ചിട്ട് ഇതിന്റെ സ്കിന്ന് എളുപ്പമായിട്ട് ഇതുപോലെ തന്നെ ഊരിയെടുത്തു കേട്ടോ. അപ്പൊ ഊരിയെടുത്തതിന് ശേഷം നമ്മളിത് ഒരു മുട്ടിയുമൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് അതിന്റെ തല ഇങ്ങനെ മുറിക്കുക. തല മുറിക്കുന്ന സമയത്ത് അതിന്റെ ഉള്ളിൽ നമ്മളിട്ട് ചൂണ്ടക്കൊളുത്ത് അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് ആ ചൂണ്ടക്കൊളുത്ത് ക്ലീൻ ചെയ്തെടുത്തു. ക്ലീൻ ചെയ്തെടുത്ത ശേഷം നമ്മൾ തല മാത്രം ഇങ്ങനെ വെട്ടി മാറ്റി കളയും. അതിനുശേഷം നമ്മൾ നല്ല റൗണ്ട് ആയിട്ടുള്ള പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കും. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിത് ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കുന്നത്. അതിനായിട്ട് ആദ്യം നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പ്, നാരങ്ങാനീര് ഇത്രയും സാധനങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളൂ. ഇതൊന്നും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് വെച്ച ശേഷം ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൻ്റെ താഴെ വേപ്പിലയൊക്കെ നിരത്തി കഴിഞ്ഞിട്ട് നമ്മളിത് ഈ പീസസ് അങ്ങനെ വെച്ചു കൊടുക്കും. അതിനുശേഷം ഇതിന്റെ മേലെ കൂടെ ചെറുതായിട്ടും കൂടി ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. നമ്മൾ ഫ്രൈ ആയി വരുന്ന സമയത്ത് ഇതുപോലെ ഇതിന്റെ ഉള്ളിൽ നിന്ന് ഓയിലൊക്കെ വന്നു.